അതുപോലെ മീനോ ചിക്കനോ ഒന്നും അല്ല കേട്ടോ. ഇന്ന് നമ്മൾ ബീട്രൂട്ടിലാണ് പരീക്ഷണം നടത്താൻ പോകുന്നത്. ബീട്രൂട്ടോട്ട് ഇപ്പോൾ ഞാൻ എന്ത് പരീക്ഷണം നടത്താൻ പോകുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ലേ? വെയിറ്റ് ചെയ്യും മക്കളെ, കണ്ടോളി. അപ്പോൾ അതാ ഒരു ബീട്രൂട്ട് എടുത്തിട്ട് ഉപ്പേരി വെക്കാൻ പോകാൻ കേട്ടോ. എനിക്ക് ഉപ്പേരികളിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ബീട്രൂട്ട്. അപ്പോൾ അതെടുത്തിട്ട് അതിൻ്റെ തോലൊക്കെ പോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഇനി നമുക്ക് പണി തുടങ്ങാം ഗൈസ്. നമ്മൾ ഈ ഉപ്പേരി അറിയാം ചിലരൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ലേ, കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടും. പിന്നെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയ വലിയ ചോപ്പർ മെഷീനൊന്നും നമ്മളെ കയ്യിലുണ്ടാവില്ല. എന്നാൽ നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ വലിയ വില കൊടുത്ത് വാങ്ങി വെച്ച ഒരു മിക്സിയില്ലേ ഗൈസ്, അതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഉപ്പേരിക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ ഇതുപോലെ ചെയ്യാം കേട്ടോ. ഒരു 4-5 കഷ്ണമാക്കിയിട്ട് നമ്മുടെ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് 2-3 പ്രാവശ്യം ക്രിക്രിന്ന് അടിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല തിന്നായിട്ട് നല്ല ഭംഗിയിൽ നമ്മുടെ ഉപ്പേരി അങ്ങോട്ട് ക്രിക്രിന്നാക്കി വരും കേട്ടോ. അപ്പോൾ അതാ പാനൊക്കെ വെച്ച് കടുകൊക്കെ പൊട്ടിച്ച് എല്ലാവരും ഉപ്പേരി ഉണ്ടാക്കുന്ന പോലെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് കണ്ടോ നിങ്ങൾ? നല്ല തരി തരി പോലുള്ള ബീട്രൂട്ട് കണ്ടോ? നല്ല ഭംഗിയിൽ നമുക്ക് മിക്സിയിൽ അരിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ കഷ്ടപ്പെട്ട് കുറേ സമയം കളഞ്ഞ് നമ്മൾ കട്ടിംഗ് ബോർഡിലോ പിന്നെ കട്ടിംഗ് ഉരതുന്ന സംഭവമില്ല അതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കൈക്കൊന്നും ഒരു പണിയില്ല. ഒരു 4-5 കഷ്ണമാക്കി മിക്സീൻ്റെ ജാറിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് 4 പ്രാവശ്യം ക്രിക്രിന്നാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പേരിക്ക് അരിയിലൂടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങൾ ചോപ്പിംഗ് മെഷീൻ അങ്ങോട്ട് വാങ്ങിച്ചോ കേട്ടോ. അപ്പം ഞാനൊരു എളുപ്പവഴി നിങ്ങൾക്ക് കാണിച്ചതാണ്. അങ്ങനെ നല്ല തേങ്ങയൊക്കെ ഇട്ടിട്ട് അടിപൊളി ബീട്രൂട്ട് ഉപ്പേരി ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നിങ്ങൾ ഉപ്പേരിക്ക് അരിയുമ്പം ഇങ്ങനെ ഒന്ന് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. വെരി സിമ്പിൾ ആൻഡ് ടൈം സേവിങ്.